ഹലോ, വെൽക്കം ബാക്ക് ടു അട്ടപ്പാടിക്കാർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാനൊരു സോളോ ട്രാവൽ ചെയ്യുമ്പോഴാണ്. എപ്പോഴും സോളോ ട്രാവലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഒരു ട്രെയിൻ യാത്രയിൽ നിങ്ങളെയും കൂടെയൊക്കെ കൂട്ടാന്ന് വിചാരിച്ച് വരൂ ഗൈസ്, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിലും ഞാൻ ഏകദേശം ഉൾപ്പെടുത്താം. ഞാൻ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ്. പക്ഷെ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മുഖം ഒന്ന് ചുളിയോ അല്ലെ. കാരണം നമ്മൾ ഈ ബുക്ക് ചെയ്ത് പോകുന്നതിനും ജനറലിൽ പോകുന്നതിനും ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും. പിന്നെ ഞാൻ പണ്ടേ ഈ പൈസ ലഭിക്കുന്ന കൂട്ടത്തിലായത് കാരണം ഞാൻ ജനറലിൽ അങ്ങ് ചാടിക്കയറും. ഇതാണ് എൻ്റെ ഒരു സ്വഭാവം. പക്ഷേ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. കൂടുതലും ഈ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, ഈ ഇലക്ഷൻ ഒക്കെ വന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബംഗാളീസിന്റെ ഇത് ഭയങ്കര കൂടുതലാണ്, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. അതുപോലത്തെ ഇതായിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹത്താൽ ഈ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഞാൻ പോയപ്പോൾ ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം ആൾക്കൂട്ടം കുറവായിരുന്നു. പിന്നെ വണ്ടി ഓരോ സ്ഥലത്ത് നിൽക്കുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വീട്ടിലിരിക്കുന്നതിനേക്കാളും വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരു യാത്ര ചെയ്യണം, ഒരു സോളോ ട്രാവലൊക്കെ പോവുക. എന്നാലും നമ്മുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റ്, നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് ഒരു ഫ്രീ ആവുള്ളൂ. കാരണം ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ, ഓരോ ആൾക്കാരുടെ തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ പേര് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, തിരിച്ചു പോകുന്നതും റിട്ടേണും, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവരാരും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു അനുഭവമൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ കുറെ നേരം ഇരുന്ന് ഇതിനു ശേഷം എനിക്ക് ബോറടിച്ചു. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂസ് ഒക്കെ ഞാൻ ഇങ്ങനെ കുറെ കണ്ടു തുടങ്ങി. പക്ഷെ എനിക്ക് പേടിയാട്ടോ ഈ വാതിൽ ഇവിടെ നിൽക്കാൻ. എനിക്ക് അതിനൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ എപ്പോഴും എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലം ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തു. ഇപ്പൊ ഞാൻ പോകുന്നത് നമ്മൾ റിട്ടേൺ ആണ് കേട്ടോ. ഞാൻ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ റിട്ടേൺ പാലക്കാടേക്കുള്ള എൻട്രി ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഇപ്പൊ എന്താണെന്നല്ലോ ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. പക്ഷെ അവിടുത്തെ വൈകുന്നേരം ഒരു നല്ല ആംബിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു വാം ലൈറ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും തോന്നുന്നുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, കുറെ നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അതിങ്ങനെ ആസ്വദിച്ച് വേറെ എവിടേക്കൊക്കെ ഒന്ന് കാട് കയറി എങ്ങ് ഞാൻ പോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സോളോ ട്രാവൽ ചെയ്യണം. സോളോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ ഒറ്റയ്ക്ക് വൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു വേറെ ഫീൽ തന്നെയാ മക്കളെ. എന്നിട്ട് ഞാൻ നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് ജനലിൽ കൂടെ കുറച്ചേരം ഇങ്ങനെ കൈയൊക്കെ ഇട്ട് മഴവെള്ളം ഇങ്ങനെ ആസ്വദിച്ച് കളിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കോയമ്പത്തൂരിലേക്ക് എത്തി. റിട്ടേൺ കോയമ്പത്തൂരിലേക്ക് എത്തി. അങ്ങനെ അനിയൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നേരെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്കുള്ള എക്സിറ്റിലേക്കാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ ഗൈസ്, ഇതാണ് നമ്മൾ പോകുന്ന കാർ. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അനിയനുണ്ട് അവിടെ. അപ്പൊ ഞാനും അനിയനും കൂടി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അങ്ങ് ഇറങ്ങി. പിന്നെ വിശന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു ബേക്കറി കയറി. ഞാൻ അങ്ങ് ബദാം ജ്യൂസ് അങ്ങ് കുടിച്ചു. ഒരു രക്ഷയില്ലാത്ത ജ്യൂസ്, നല്ല അടിപൊളി ജ്യൂസ് കേട്ടോ. ഞാൻ ആ ചേട്ടനോട് ഒരു ടിപ്സും ചോദിക്കുകയും ചെയ്തു. പിന്നെ അനിയൻ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും കൂടി അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അവനത് കിട്ടിയപ്പോൾ അവനതും കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റും എന്തായിരുന്നത്, ബദാം മിൽക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.